ഹലോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫെസ്റ്റിവൽ സ്വീറ്റ്സ് ഒക്കെ ഇനിയും വരുന്നുണ്ടെന്ന്. ഇന്നിപ്പോൾ നമുക്ക് ലഡ്ഡു ഉണ്ടാക്കുന്നത് നോക്കാമേ. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ലഡ്ഡു ആണ്. ഇപ്പോൾ റെസിപ്പി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റെയിനർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവും പിന്നെ കുറച്ച് ഉപ്പും ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലവണ്ണം ഇടഞ്ഞെടുക്കണം. ബാക്കി അവസാനം വരുന്ന കുറച്ച് തരിയൊക്കെ നമുക്ക് കളയാം. ഇനി നമുക്കിതിലേക്ക് അല്പം യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ബാറ്റർ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് വെള്ളം എല്ലാം കൂടെ ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുഴിയൻ തവി ഇട്ട് വെച്ചേക്കാം. ഇവിടെ ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലഡ്ഡുവിനുള്ള ബൂന്തി ഉണ്ടാക്കാൻ നമുക്ക് ഒരു കോരി ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴ്ത്തയിലൂടെയാണ് ഈ ബൂന്തി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കോരിയുടെ മുകളിലിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മാവ് ഒരു ലെയർ പോലെ അങ്ങ് ആയിപ്പോകും. അത് ചൂട് കുറവായത് കൊണ്ടാണ്. സെക്കൻഡ് ടൈം മുതൽ നന്നായിട്ട് വന്നോളും. ഇത് ബൂന്തി ആകാത്തത് കൊണ്ട് ഞാനിങ്ങ് കോരി മാറ്റുകയാണ്. ഇനി സെക്കൻഡ് ടൈം മുതൽ നമ്മുടെ നല്ലതായിട്ട് വരും കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഓരോ തവണയും നമുക്ക് മാക്സിമം ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയൊക്കെ മതിയാകും. ഇത് വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അങ്ങനെ ഈ മുഴുവൻ മാവ് കൊണ്ട് നമുക്ക് ബൂന്തി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് അധികം വലിപ്പമുള്ള ബൂന്തി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മറന്നുപോയി, ഞാനൊരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട്. വിനാഗിരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സിറപ്പ് ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സിറപ്പ് നല്ല തിക്കായി തുടങ്ങി. ഇനി നമുക്ക് ബൂന്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് വറുത്തെടുത്ത് വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെച്ച ബൂന്തി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ചു വെക്കണം. ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നല്ലവണ്ണം ബൂന്തി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ലഡ്ഡു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് തണുക്കരുത്. ഇത് ചെറിയ ചൂടോടെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനെങ്കിൽ മാത്രം നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ബൂന്തി ഇച്ചിരി ഗ്രൈൻഡ് ചെയ്ത് എടുത്തതും അതിന് വേണ്ടിയിട്ടാണ്. ഈ മൊത്തം ബൂന്തി അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് നമ്മൾ അരച്ചിടുന്നുണ്ടേ നമുക്ക് ഉരുള ഉരുട്ടാനും കുറച്ച് എളുപ്പം ഉണ്ടാകും. എല്ലാ ലഡ്ഡുവും ഒരേ വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം.
ഇത് കണ്ടില്ലേ, നമ്മുടെ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റിയാണ്, ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്